രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗീതം പാടുകയായി ഹേ രാമാ കാതരയായി ചാരികയായി സാഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ കാണ്ഡം തേടി സീതാഹൃദയം തേങ്ങി ആരണ്യകാണ്ഡം തേടി സീതാഹൃദയം തേങ്ങി വാൽമീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നു വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാരി സരി സരി സാരി സരീരി നീരി മകനി സരി ഗരി രി ഗരി രി ഗരി ഗരി ഗാഗരി ഗാഗരി സരി ഗമ പാദ പപ പദ പപ പദ പപ തപ നീനി ദദ നീനി ദ മദനി സാരി സരി സരി സ ഗാഗരി ഗാഗരി മദനി ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിനാം ഗംഗയാടി രഘുപതി രാമജയ രഘുരാമജയ ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിൽ ആത്മപദ പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ചരവേഗ ജീവ താളമേകി മാരുതിയായി ജലഗന്ധ സൂന ധൂപ ദീപ കലയായി മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരും സാമഗാന ലഹരിയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ ഗുഡ് മോർണിംഗ്. നൈസ് എഫർട്ട്. ചൊരിച്ചോർ ഉഗ്രം പാട്ട്, ഒന്നും പറയാനില്ല. ഞാൻ നീ പാടുമ്പോഴും ഞാൻ ആ ഒരു ഫിലിമിലെ ആ ഒരു സീക്വൻസ് അത് എത്രത്തോളം എൻ്റെ ദൈവം ആ ഒരു 1-2 വർഷമായിട്ട് ഈ പടത്തിനെ പറ്റി സംസാരിക്കുക, അതിനൊരു ഷൂട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. കാര്യം ഒന്നാമത് നമ്മുടെ ലാലണ്ണാച്ചി കത്തിജൊലി ഇപ്പോഴും കത്തിജൊലിച്ചിരിക്കുക. പക്ഷേ നമ്പർ ഓഫ് ഫിലിംസ് കൂടുതലാണ് ആ സമയത്ത്, വേറെ പടത്തിന്റെ ഷൂട്ട്. അപ്പൊ ഈ ഷൂട്ടിങ്ങിനുള്ള ആളുകൾ മുഴുവൻ കോഴിക്കോട്ടേക്ക് പോവുകയും അവിടെ എല്ലാവരും ആയി, ആർട്ടിസ്റ്റുകളടക്കം. 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടാണ്. അപ്പോൾ ഒരു വൈകുന്നേരം നമ്മുടെ ലാൽ അണ്ണാച്ചി വന്നു. ഇപ്പോൾ ലോഹി സാറുണ്ട്, അദ്ദേഹത്തിന് അയ്യോ ഞാൻ പണ്ട് പറഞ്ഞായിരുന്നു എനിക്കത് മറന്നുപോയ എന്താണെന്ന് അവിടെ ചുമ്മാ ഒന്ന് ഓടിച്ച് പറയാമോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു സ്റ്റോറിയുടെ ഒരു 1 ലൈൻ ചുമ്മാ പറയുമ്പം അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉദ്ദേശിച്ച സിനിമയുടെ അത് പറഞ്ഞപ്പോൾ അടുത്തുള്ള കൂടെ ഉണ്ടായിരുന്നു അയ്യോ ഇത് മറ്റേ ഫിലിം
അത് ഏകദേശം അതുപോലെ വേറൊരു ഫിലിം. അപ്പോഴത്തേക്ക് ലാലണ്ണാച്ചി അതിങ്ങ് പോയി. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വർഷം ഇത് ചെയ്യാം, വേറൊരു കഥ ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട്. അപ്പം ആകെ വിഷമമായ കാര്യം, ഫുള്ള് ഒരു ക്രൂ, നിനക്കറിയാം, സെറ്റ് റെഡിയാണ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും റെഡി. 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിനുള്ളത്. അപ്പോൾ ഇതൊന്ന് കൂളാവാൻ വേണ്ടി ഇതൊക്കെ ഈ പടം ചെയ്യുന്നില്ല, ഇതൊന്ന് അവസ്ഥ ഒന്ന് സമാധാനം ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ലാൽ സാറും നമ്മുടെ ലോഹിദാസ് സാറും എല്ലാവരും കൂടെ കോഴിക്കോട് ബീച്ചിൽ ചുമ്മാ ഇങ്ങനെ നടക്കുക. എന്താ ഒന്ന് ഇനി ഇത് ചെയ്യാൻ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ഒരു ത്രെഡ് ഇതൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് മോഹൻലാൽ സാറിൻ്റെ അടുത്ത് ലോഹി സാറ് പറയുന്നു ഇങ്ങനെ, ചേട്ടൻ അനുജൻ പാട്ടുകാർ അവർ തങ്ങളുടെ ഒരു ഈഗോ ക്ലാഷും അത് ഇങ്ങനെ സംഭവം കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, അയ്യോ ഇത് അസാധ്യമാണ്, ഇത് പക്ഷേ വർക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി വന്നിരുന്നിട്ട് ഒരു എഴുതി ഉണ്ടാക്കിയ ഒരു പടമാണ് ഭാരതം. എന്തൊരു ഫിലിമാണ് മോനെ. എനിക്ക് അത് ഈ കുറച്ചും കൂടെ ശ്രുതിയുടെ കാര്യം ഒന്നും കൂടെ ശ്രദ്ധ വെക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ തമ്പുരുവിൽ പകരുക സാഗരമേ അതെങ്ങനെയാണ് പാടുന്നത്? പകരുക സാഗരമേ മോനെ, അത് പകരുക സാഗരമേ, പകരുക സാഗരമേ, സാഗരമേ സാഗരമേ വല്യനി പകരുക സാഗരമേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഈ പല്ലവി എൻഡ് ചെയ്ത ഒന്ന് പാടാമോ? ശ്രുതിലയ സാഗരമേ കഴിഞ്ഞിട്ടുള്ള ശ്രുതിലയ സാഗരമേ അതിനൊരു ക്ലാരിറ്റി വേണോടാ. ശ്രുതിലയ സാഗരമേ പാടിക്കോ. ശ്രുതിലയ സാഗരമേ നൈസ് മോനെ, അതൊന്നുകൂടെ ഫൈൻ ട്യൂൺ ചെയ്താൽ മതി. ഇപ്പം നൈസ്, നൈസ്, വെരി ഗുഡ്. എപ്പോഴും നമ്മൾ നോക്കണം, ഋഷഭാണോ എൻ്റെ ആക്സിഡൻസ് കൂടുതൽ മനസ്സിലാക്കി വെച്ചാൽ മോന് ഇങ്ങനെ ഈ നിലാവത്ത് കോഴി അഴിച്ച് വിട്ട ഒരു ലക്ഷണം വരത്തില്ല. ഇല്ലടാ, അതിന് പാടുമ്പോൾ അതിനൊരു ഓതന്റിസിറ്റി വരും. പാടുമ്പോൾ ഒരു രാഗത്തോട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആകുക. അത് പാടി നമ്മൾ നോക്കാണ്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ ഈ മദനിസ എന്താണ്? അതുപോലെ അടുത്ത ഓക്ടേവിലും മദനിസ ആയിരുന്നു പ്രോബ്ലം നിനക്ക്. പിന്നെ മാരുതിയ എന്ന് പാടാമോ? മാരുതിയാ മോനെ, അത് ശ്രുതി ഒന്നുകൂടെ പാടാമോ? മാരുതി അത് ശ്രുതി ഒന്ന് പെർഫെക്റ്റ് ആയാൽ മതി. പെർഫെക്റ്റ് ആയാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. താങ്ക് യു സാർ. MG സാർ. മോനെ, ഇതൊക്കെ തന്നെയാണ്. ആദ്യത്തെ ഹമ്മിങ് തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. പോയി അത് പോയപ്പോഴേ എനിക്ക് ഒരു സങ്കടം മനസ്സിൽ വന്നായിരുന്നു. കാരണം അയ്യോ, നന്നായിട്ട് പാടുന്നൊരു കുട്ടിക്ക് ആദ്യം ഹമ്മിങ് കിട്ടിയില്ലല്ലോ. പിന്നെ പാടി തുടങ്ങിയപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു. പക്ഷെ ഈ ശ്രുതിലയ സാഗരമേ എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്ന് വീണ്ടും ട്രബിൾ ഷൂട്ടിംഗ് ആരംഭിച്ചു. പിന്നെ പല സ്ഥലങ്ങളും, കാരണം സാരീസ് അവിടെയൊക്കെ ഒരുപാട് കട്ട്സ് വന്നു. ഈ അസ്ഥാനത്ത് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഓക്വേർഡ് ഫീലിന് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ അറിയാത്ത രീതിയിൽ ശബ്ദം എടുക്കണം. ഒരുപക്ഷെ ഇത് പഞ്ച് ചെയ്തെടുത്തായിരിക്കാം, എങ്കിലും നമ്മൾ പാടുമ്പോഴത്തേക്ക് അറിയരുത്. കാരണം നമ്മൾ ശ്വാസം എവിടാണ് കട്ട് ചെയ്യുന്നത്, എവിടാണ് എടുക്കുന്നത് എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാവരുത്. ആ ഒരു ടെക്നിക്ക് പഠിക്കണത്. അങ്ങനെ പാടി നോക്കിയിരുന്നു സാർ. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കാരണം ഒരു വേദിയിൽ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ശരത് സാറ് കംപ്ലീറ്റ് പറഞ്ഞു ഇതിനകത്ത് A to Z. സാറെന്ന് വിളിക്കണമല്ലോ, നമ്മുടെ അണ്ണാച്ചി എല്ലാം പറഞ്ഞു. അതായത് അക്ഷര സ്ഫുടത വേണം, അതുപോലെ സ്വരങ്ങൾ ചേരണം. പിന്നെ മെയിൻ സംഭവം ശ്രുതി. ഒന്നും വേണ്ട, എവിടൊക്കെ പോവുകയാണെങ്കിലും ശ്രുതി കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു സുഖമുണ്ട് കേൾക്കാൻ. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. കാരണം ഈ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പാറു പറഞ്ഞ പോലെ ഒരു വലിയ പാട്ട്. രാമൻ രക്ഷിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. അശ്വിൻ,
സാർ നീ ഒരു ഉഗ്രം പാട്ടുകാരനാണ് അശ്വിൻ. താങ്ക് യു സാർ. ഇതില് ശ്രുതി ആണ് നമ്മുടെ മെയിൻ വില്ലനായിട്ട് പലയിടങ്ങളിലും വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ താളം വിട്ടുപോകുന്നുണ്ട് പ്ലാൻസിന്റെ. അപ്പം നമുക്ക് കാരണം കുറേ പ്ലാൻസും സംഭവങ്ങളുള്ള പാട്ടായതുകൊണ്ട് താളവും കൂടെ വിട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര റഷ് ഫീൽ ചെയ്യും. ശ്രുതിലയ സാഗരമേ അത് പറഞ്ഞു. പിന്നെ ആരണ്യകാണ്ഡത്തിൻ്റെ ആ പ്ലാനിലാണ് മെയിനായിട്ട് ഈ പ്ലാൻസിൻ്റെ ഒരു റഷ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഈ ഒരു അണ്ടർ പ്രഷർ ഉണ്ടായൊരു സിനിമ, അതായത് ഇത്രയും ആൾക്കാർ അവിടെ വന്നു, ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, 2 ദിവസമേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു അണ്ടർ പ്രഷറിൽ ഉണ്ടായ ഒരു സിനിമ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായെന്ന് പറയുമ്പോൾ അത് ബ്രില്യൻസ് ആണ് എന്നും പറയും. വേറെ കാര്യങ്ങളൊന്നുമില്ല മോനെ, ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നന്നായിട്ട് പാടി, നല്ല ശബ്ദമാണ്. ശ്രുതി മാത്രം ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, സ്വരങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ദ്രധനുസിലേക്കൊരു ഡ്രോപ്പ് ഉണ്ടല്ലോ, ഹൈന്ന് നേരെ താഴെ ഇറങ്ങിയത് കലക്കി. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി അശ്വിനെ മാം, ഇന്ന് എന്തോ പറ്റി. അതെ, എന്താണെന്ന് നമുക്കറിയില്ല. അടുത്തതിൽ നമുക്കത് തിരിച്ചു പിടിക്കണം. എനിക്ക് ആ തുടങ്ങിയപ്പോഴ് അശ്വിന്റെ ആ ഒരു ഫസ്റ്റ് ഹമ്മിങ് ആ സ്ഥലത്ത് ശരിയല്ല, പക്ഷെ ഭാഗ്യത്തിന് നിർത്തിയില്ല. അതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. നിർത്താണ്ട് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു ഓർമ്മ പോയതാണ് അവിടെ. അല്ല, തുടങ്ങിയപ്പോഴേ സാധനം കയ്യിൽ നിന്ന് പോയി. അപ്പൊ പിന്നെ അടുത്ത് തുടങ്ങി. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പാടി വന്നതാ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വരികയാണെങ്കിൽ നമ്മൾ കവറപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നിർത്തരുത്. അശ്വിൻ ഈ പാട്ട് എടുത്തപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. റിഹേഴ്സൽ ആയാലും നന്നായി പാടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, കണ്ണ് പെട്ടതോ എന്തോ. ഇന്ന് ടുഡേ വാസ് നോട്ട് യുവർ ഡേ, അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല അറ്റംപ്റ്റ് തന്നെയായിരുന്നു, പല ഭാഗങ്ങളും മനോഹരമായി. പക്ഷെ എന്നാലും അശ്വിൻ്റെ ഒരു കാലിബർ വന്നോ എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ട് ഈ ഒരു പാട്ടിനകത്ത് അശ്വിൻ്റെ ഒരു ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് നമുക്ക് കൊണ്ടുവരണം. ഓൾറൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. ഓക്കെ. ശരത് സാർ. മോനെ, ചക്കര മാർക്കൊക്കെ കുറവാണ്. നീ പാടിയതിനുള്ള മാർക്കാണ് 8.8 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചക്രേ മോനെ, സാർ മാർക്സ് ഒക്കെ കുറച്ച് കുറവാണ്. നീ പാടിയതിനുള്ളത് 8.8. താങ്ക് യു സാർ. അപ്പൊ അണ്ണനും കോപ്പി അടി തുടങ്ങി. താങ്ക് യു സാർ. ഷാനിക്ക. അശ്വിന, മാർക്ക് കുറവാണ്, പക്ഷെ അത് ഞാൻ ഇതിലേക്ക് ഇടാം. ഓക്കെ ഓക്കെ, സോ ടോട്ടൽ 17.6. Yes. Superstar.